ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാനിയൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട്. 101 പേരെ കാണാനില്ല, 78 പേർക്ക് പരുക്കേറ്റു. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, ഈ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ, ഏതാണ് കപ്പൽ, അതിൽ എത്ര ജീവനക്കാർ എന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നുണ്ട്, അതിൽ ഇന്ത്യക്കാരുണ്ടോ എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അർജുൻ, 180 പേര് കപ്പലിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. റോയിറ്റേഴ്സ് അടക്കം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 180 പേരുമായി പോയ ഇറാനിയൻ കപ്പലിന് നേരെ ഒരു അന്തർവാഹിനി ആക്രമണം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 70 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം 101 പേരെ കാണാനില്ല എന്നതാണ് ശ്രീലങ്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ചില റിപ്പോർട്ടുകൾ 30ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനിയൻ കപ്പലായ ഐറിഷ് ദേനയ്ക്ക് നേരെയാണ് അന്തർവാഹിനി ആക്രമണം ഉണ്ടായത്. ആ കപ്പലിൽ നിന്നൊരു അപായ സിഗ്നൽ ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലങ്കയിൽ നിന്നുള്ള പരിശോധനാ സംഘം അങ്ങോട്ട് പോവുകയും ചെയ്തത്. രക്ഷാപ്രവർത്തനത്തിനായി 2 ശ്രീലങ്കൻ നാവികസേനാ കപ്പലുകളും അതുപോലെ തന്നെ ഒരു വിമാനത്തെയും വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രീലങ്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം എന്താണ് ഈ അപകടത്തിന് കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമാണോ ഈ കപ്പലിന് നേരെ ഉണ്ടായെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ചില റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അന്തർവാഹിനി ആക്രമണമാണ് ഈ കപ്പലിന് നേരെ ഉണ്ടായത്. എന്തായാലും 180ഓളം പേർ ഈ കപ്പലിൽ ഉണ്ടായി എന്ന പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെ ശ്രീലങ്കയുടെ തീരത്തിലേക്ക് എത്തിക്കുകയും അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗാലെ തീരത്തിന് 40 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.